ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ബൈബിളിലെ പുസ്തകങ്ങൾ കൂടെയുള്ളതായ യാത്ര നമ്മൾക്കൊരുമിച്ച് ചെയ്യുവാൻ കർത്താവ് നൽകി തന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ലെസണിൽ നമ്മൾ എടുത്തത് മത്തായിയുടെ രണ്ടാമത്തെ പാർട്ടാണ്. മത്തായിയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഓരോ വാക്യങ്ങളും എടുത്ത് പ്രത്യേകാൽ യേശുക്രിസ്തു പറഞ്ഞതായ വാക്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യണമെങ്കിൽ വളരെ സമയം എടുക്കും. എന്നാൽ നമ്മൾ വളരെ വേഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഈ ബുക്ക് റിവ്യൂ ആയിട്ട് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് മത്തായിയുടെ മൂന്നാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ നിർത്തിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ പ്രാർത്ഥന എപ്രകാരമായിരുന്നു എന്നും അത് ഒരു മോഡൽ ആയിരുന്നുവെന്നുമാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ദൈവത്തിന് സ്തുതി കൊടുക്കുക, ദൈവത്തിൻ്റെ പുത്രൻ എങ്ങനെയാണ് ആകുന്നത്, ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നത്, നമ്മളുടെ ആഹാരം എന്ന് പറയുന്നത് എത്ര നാളത്തേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഓരോ ദിവസവും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നും പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ആത്മീയമായ ആഹാരം, ഭൗമികമായ ആഹാരം, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം എല്ലാം നമ്മൾ വിശ്വാസത്തോടുകൂടി ഓരോ ദിവസവും ഡെയിലി പ്രൊവിഷൻ, അതാണ് ദൈവത്തിൻ്റെ പ്ലാന് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അതുതന്നെയാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ളതായ ഇടപാടുകളിൽ നമ്മൾ എല്ലായ്പ്പോഴും സമാധാനമുള്ളവരായിരിക്കണം എന്ന് യേശു പഠിപ്പിച്ചു. നമ്മളുടെ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് നമ്മളുടെ ഹൃദയം വളരെ ശുദ്ധമായും നിഷ്കളങ്കമായും പാപരഹിതമായും കോപരഹിതമായും ഒക്കെ ഇരുന്നാൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഈവൺ സയൻസ് തന്നെ തെളിയിച്ചിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളുടെ അസ്ഥികളിൽ കൂടെയും സന്ധിമജ്ജകളിൽ കൂടെയും കടന്നു ചെന്ന് വലിയ പ്രവർത്തനങ്ങൾ, അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. അതാണ് വചനം അയച്ച് അവൻ നമ്മളെ സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നത്. ഈ 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷമായിട്ട് വീണ്ടും അടുത്ത പാരഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ഇത് യേശുവിന് വളരെ പ്രയാസമുള്ളതും വളരെ എടുത്ത് പറഞ്ഞിട്ടുള്ളതുമായ കാര്യമാണ് കപടഭക്തി എന്ന് പറയുന്നത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും അവരുടെ കപടഭക്തികൾ മനുഷ്യർ കാണെ പലതും ചെയ്യുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നു. അങ്ങനെയുള്ളതായ ഭക്തി അല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. സർവീസ് മൈൻഡഡ് ആയിരിക്കണം നമ്മൾ. എല്ലാവരെക്കാളും താണ മനോഭാവമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഉയർച്ച വരുന്നത് എന്ന് യേശു പഠിപ്പിച്ചത്. അങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യത്വം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സെർവൻഹുഡ് അതാണ് പഠിപ്പിക്കുന്നത്. പിന്നീട് 6-ന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റൊരു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: പുഴുവും തിരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. ഇവിടെ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാൻ വേണ്ടി വളരെ ഓടി നടക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, വിചാരപ്പെടുന്നവരാണ്. എന്നാൽ യേശു പറയുന്നു, ഈ ലോകത്തിൽ ഉണ്ടാക്കുന്ന സകല നിക്ഷേപങ്ങളും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതാണ്, പുഴുവും ഒക്കെ നശിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്ഥിരം അല്ല.
എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ഥിരമായ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലോകത്തിലുള്ളതായ ചെറിയ ഒരു ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60, 70, 80, 100 ഈ ആയുസ്സിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്നതായ നിക്ഷേപങ്ങളൊക്കെ നമ്മളോട് കൂടെ പോരത്തില്ല. അത് ഈ ലോകത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നമ്മളോട് കൂടെ നിത്യതയിലേക്ക് കടന്നു വരുന്നതായ ഒരു നിക്ഷേപമുണ്ട്. അത് നമ്മളുടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും ചിലവിട്ടാൽ അത് സ്വർഗരാജ്യത്തിലെ നിക്ഷേപമായിരിക്കും. നമ്മളുടെ ഈ ലോകത്തിലെ യാത്ര കഴിഞ്ഞ് നിത്യതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾക്ക് ഒരു നിക്ഷേപമായിട്ട് എല്ലായ്പ്പോഴും ഉള്ളത് അതാണ് സ്വർഗത്തിൽ നമ്മളുടെ നിക്ഷേപം. കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നമ്മളുടെ പണം ഒക്കെ മുടക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയായി കർത്താവ് നമ്മൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കുമെന്നുള്ളതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവർ അല്ലോ എന്നാണ്. പലപ്പോഴും പല മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും തങ്ങൾക്കുള്ളതായ സ്വത്തുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിക്ഷേപത്തെക്കുറിച്ചോ സംതൃപ്തി ഉള്ളവരല്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ വേണ്ടി ഓടി നടന്ന് എല്ലാം വാരി കൂട്ടിയാലും ഒരു ദിവസം ഇതെല്ലാം കളഞ്ഞിട്ട് പോകുന്നത്, വിട്ടിട്ട് പോകുന്നത് അതിനേക്കാൾ വലിയ ഹൃദയഭേദകമാണെന്ന് ഈ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ വലിയ ധനവാന്മാരുടെ കാര്യങ്ങളും അല്ലാത്ത സാധാരണക്കാരുടെ കാര്യങ്ങളും ചെറിയ മനുഷ്യരുടെ പാവപ്പെട്ടവരുടെ കാര്യങ്ങളും എല്ലാം ഒരുപോലെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ടുള്ളതായ ഗ്രൂപ്പിൽ നമ്മൾ നിക്ഷേപിച്ചാലും നമ്മളുടെ നിക്ഷേപം എത്ര കോൺഫിഡൻ്റ് ആണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെയും അതൊന്നും കോൺഫിഡൻ്റ് അല്ല എന്ന് നമ്മളുടെ ഈ ഡെയിലി ന്യൂസിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രമാത്രം ഉണ്ടാക്കിയാലും അതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകേണ്ടവരാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ നമ്മളുടെ നിക്ഷേപം സ്വരൂപിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു പ്രിൻസിപ്പിൾ യേശു ഇവിടെ പഠിപ്പിച്ചത് ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. നമ്മളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായിട്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് സംതൃപ്തിയുള്ളത്, അവിടെയാണ് ആരോഗ്യമുള്ളത്, അവിടെയാണ് മുൻപോട്ട് പോകുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനുമുള്ളതായ വിശ്വാസത്തിൻ്റെ ഉയർന്ന നിലപാട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയുന്നത് പറവകളേക്കാൾ വിശേഷതയുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സ്വയം സൃഷ്ടിയോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വിലയേറിയ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, ദൈവത്തോട് കൂടെ പാർക്കുവാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഉള്ളതായ പറവകളെ, ആകാശത്തിലെ പറവകളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠകരമാണ് നമ്മളുടെ ജീവിതം. പറവകളെ ദൈവം ഓരോ ദിവസവും ഡെയിലി ആഹാരം കൊടുത്ത്, കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ആഹാരം കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ നമ്മളെ ദൈവം തീർച്ചയായിട്ടും അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നടത്തും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. നമ്മളുടെ കർത്താവ്
ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മളുടെ ചിന്താഗതി പ്രകാരമായിരുന്നെങ്കിൽ എത്രമാത്രം വിചാരപ്പെടണമായിരുന്നു എന്ന് ഓർത്തു നോക്കിയാൽ ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തല ചായ്ക്കുവാനായിട്ട് അവനൊരു സ്ഥലം ഇല്ലായിരുന്നു. രാത്രികാലങ്ങളിൽ അവൻ മലകളിലേക്കും അതുപോലെ തന്നെ ഗുഹകളിലേക്കൊക്കെ പോയി അവിടെ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന് സ്വന്തമായിട്ട് ഒരു പടകില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു എന്ന് കാണാം. അങ്ങനെയുള്ളതായ യേശുവാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ ഒടുവിൽ തനിക്കൊരു ശരീരമുണ്ടായിരുന്നു. ആ ശരീരം നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. തൻ്റെ രക്തം മുഴുവനായി വാർന്ന അവസാനത്തുള്ളി രക്തം വരെയും ചൊരിഞ്ഞു തന്നു. താൻ ഇട്ടിരുന്നതായ വസ്ത്രം പോലും തൻ്റെ പടയാളികൾക്ക് വിഭാഗിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തു. തൻ്റെ തല ചായ്ക്കുവാൻ ഒരു സ്ഥലവും അവനില്ലായിരുന്നു. സ്വന്തം തോളിലേക്ക് തല ചായ്ച്ചുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ ജീവിതം കഴിച്ചതും ജീവിതം അവസാനിപ്പിച്ചതും എന്ന് പറഞ്ഞതായ ആ യേശുവാണ് നമ്മളോട് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചെങ്കിലും വിചാരപ്പെടുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. സകലവും കഴിയുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി നിവർത്തിച്ചു തരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ആ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും നമ്മൾക്ക് പ്രാപിപ്പാനും അനുഭവിപ്പാനായിട്ടും സാധിക്കും എന്നാണ് ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം വായാൽ അരുളി ചെയ്തത്. ആ അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. 6:23 നോക്കുമ്പോൾ 33 നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്താണ്? നിങ്ങൾ വിചാരപ്പെടരുത്, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികളെന്ന് പറയുമ്പോൾ അവർക്ക് ദൈവമില്ല. ഇനി നമ്മളെപ്പോലെ ജീവിക്കുന്നവനായ ഒരു ദൈവത്തെയല്ല ഈ ജാതികൾ അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ വക ഒക്കെയും അന്വേഷിച്ചുകൊണ്ട് വിചാരപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുവാൻ കഴിയുന്നതായ, നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാക്ടിക്കലാക്കുവാൻ കഴിയുന്നതായ ഒരു ലെസനാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. പലപ്പോഴും വിചാരമെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ട് മനസ്സ് പതറി ജീവിതത്തിലെ ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ വേദനയോടുകൂടെ തലവേദനയും അങ്ങനെ ദേഹമെല്ലാം വേദനയുമായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ആയിത്തീരും നമ്മൾ വിചാരപ്പെട്ട് കഴിഞ്ഞാൽ. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ നടത്തും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ കാക്കയെയും പറവകളെയും സൂക്ഷിക്കുന്നവനായ കർത്താവ് ഈ വിലയേറിയ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായ എന്നെയും എൻ്റെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ നൽകി തന്ന് എന്നെ നടത്തും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അങ്ങനെ ജീവിക്കുന്നതായ നമ്മൾ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരാണ് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പിന്നീട് 33-ാമത്തെ വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതെല്ലായ്പ്പോഴും നമ്മൾ അന്വേഷിക്കണം. അവൻ്റെ രാജ്യം, അതിനുവേണ്ടി എവിടെയാണ് രാജ്യം, എന്ത് ഞാൻ ചെയ്യണം? കർത്താവെ, നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ആ രാജ്യത്തിൻ്റെ ആ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ അനുസരിക്കുവാനായിട്ട് മടി കാണിക്കരുത്. അതിൻ്റെ സിറ്റിസണായി തീരുവാനായിട്ട് നമ്മൾ അന്വേഷിക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. ഒന്നും നമ്മളെ അതിൽ നിന്ന് തടയുവാനായിട്ട് സമ്മതിക്കരുത്, അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. മുമ്പേ
അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുപ്പാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനം ഒക്കെ കർത്താവ് നൽകിത്തരും. ഭക്ഷിക്കുവാനുള്ള ആഹാരമൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒക്കെയും നമ്മൾക്ക് നൽകിത്തരും എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇനിയും 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു കാര്യമാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർ നല്ലവരായിട്ട് തോന്നുന്നില്ല എങ്കിൽ അവരെ വിധിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മുൻപോട്ട് പോകേണ്ടതായ കാര്യമില്ല. അങ്ങനെയുള്ളവരെ കർത്താവ് വിധിച്ചുകൊള്ളും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ശത്രുക്കളെ ആണെങ്കിലും നമ്മൾ അനുഗ്രഹിക്കുക. നമ്മൾ എങ്ങനെ വിധിക്കുന്നു ആ വിധിയാലാണ് ദൈവം നമ്മളെയും വിധിക്കുന്നത് എന്ന് ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മുടെ വിധികർത്താവ് എന്ന് പറയുന്നത് നമ്മളുടെ കർത്താവായ ദൈവമാണ്. അവനാണ് നമ്മളുടെ ന്യായാധിപൻ എന്ന് പറയുന്നത്. അവൻ സകലത്തെയും അറിയുന്നവനാണ്. പലപ്പോഴും നമ്മളുടെ നേത്രങ്ങൾ കൊണ്ടോ നമ്മളുടെയും മനസ്സുകൊണ്ടോ മറ്റുള്ളവരെ നോക്കിയാൽ അവരുടെ ഹൃദയത്തിലുള്ളതായ വിചാരങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ചിന്തകളോ ഒന്നും നമ്മൾക്ക് വേണ്ട പോലെ മനസ്സിലാകത്തില്ല. പലപ്പോഴും നമ്മളുടെ അനുമാനങ്ങളൊക്കെ തെറ്റിയെന്ന് വന്നേക്കാം. ചിലപ്പോൾ അസ്യൂം ചെയ്ത് പലവിധമായ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നിരൂപിച്ചുകൊണ്ട് അതായിരിക്കും എന്നുള്ളതായ ചിന്തയോടുകൂടി മറ്റുള്ളവരോട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും മിസ്റ്റേക്കിലേക്ക് നമ്മൾ ചെന്നെത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. മറ്റുള്ളവരെ വിധിച്ചാൽ ആ ദൈവം നമ്മളെയും ആ അളവിലാണ് വിധിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവിനെ പോലും നമ്മൾ സ്നേഹിക്കുകയും വിധിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ദൈവത്തോട് നമ്മൾ യാചിച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ യാചിക്കണം. ലഭിക്കുന്നത് വരെയും യാചിക്കണം. യാചിക്കുമ്പോൾ അത് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ യാചിക്കുക. എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. പ്രത്യേകിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചൊരു വാഞ്ച ഉള്ളവർക്ക്, കർത്താവെ, ഈവൻ ജാതികളിൽപ്പെട്ടവർ പോലും, ദൈവത്തെ കണ്ടിട്ടില്ലാത്തവർ പോലും, മനുഷ്യരെ അല്ലെങ്കിൽ ഉപദേശിമാരെയോ അപ്പോസ്തലന്മാരെയോ പുരോഹിതന്മാരെ കണ്ടിട്ടില്ലാത്ത ജാതികളായിട്ടുള്ള പലരും, കർത്താവെ, എന്നെ ദൈവരാജ്യം യഥാർത്ഥമായി ഉണ്ടെങ്കിൽ അതെന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അനേകർക്ക് അവരെ ദൈവത്തെ കണ്ടെത്തിയതായിട്ടുള്ളതായ ചരിത്രം നമ്മൾക്ക് പലരുടെയും ജീവചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവരാജ്യത്തിലുള്ളതായ അനുഗ്രഹങ്ങളെ നമ്മൾ യാചിച്ചാൽ അത് നമ്മൾക്ക് കിട്ടും, അന്വേഷിച്ചാൽ അത് കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടുക, ദൈവസന്നിധിയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെയും നമ്മൾക്ക് അവൻ തരും എന്നുള്ളതാണ് ഈ ഭാഗത്തുനിന്നും യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ വാക്യം നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വാതിലിനെ കുറിച്ചാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ
ചുരുക്കമത്രേ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നതായ ഒരു കാര്യമാണ്, ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മളുടെ ദൈവവും ഇങ്ങനെയാണ്, അവരോടുകൂടെ അവരെ അങ്ങനെ കളയുകയില്ലല്ലോ, അവരോടുകൂടെ ആണല്ലോ, ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായ ഒരു കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, ആ വഴികളെയെല്ലാം തുറന്നു. 2 വഴികളെ ഇതാ കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും സുവിശേഷം അറിയിച്ചിട്ട് ഈ നിത്യജീവങ്കിലേക്കുള്ള വഴി ഇതാകുന്നു, ജീവങ്കിലേക്കുള്ള വഴി ഇതാണ്, ഇതിലേക്ക് കടക്കണം എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ അതിനെ പുച്ഛിച്ചുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കുക. എന്ന് പറഞ്ഞാൽ വേണ്ടതൊക്കെ ചെയ്യാം, കുടിക്കേണ്ടത് കുടിക്കാം, തിന്നേണ്ടത് തിന്നാം, സംസാരിക്കേണ്ട വാക്കുകളോ അസഭ്യങ്ങളോ ഒക്കെ അവർക്ക് പറയുന്നുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വിശാലമായ വഴിയിൽ കൂടെ അവർ പോകുന്നതായ അതേ വഴിയിൽ കൂടെ അങ്ങനെ തന്നെ പോകുന്നു. എന്നാൽ ദൈവമക്കളെന്ന് പറയുന്നത് ഈ പുതുവഴി കണ്ടുകൊണ്ട് ഇടുക്കവും ഞെരുക്കവുമാണ്. അവരുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് പല കാര്യങ്ങളും സ്വത്തുക്കൾക്കും സ്വാതന്ത്ര്യമില്ല. അവർ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതിന് അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദൈവവചനത്തിൽ എന്തു പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് എന്തു പറയുന്നു, അതനുസരിച്ച് മാത്രമേ ആ ഇടുക്കവും ഞെരുക്കമുള്ളതായ വഴിയിൽ കൂടെ പോകുന്നു എന്നുള്ളതായ ആ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർ പോകുന്നത് നിത്യതയിലേക്കാണ് എന്നുള്ളതായ കാര്യമാണ് ഇവിടെ യേശു സ്വന്തമായി കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ ദൈവപുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വഴി കാട്ടി തന്നിരിക്കുകയാണ്. ഇതാ 2 വഴികൾ. ഇടുക്കമുള്ള വഴിയിൽ കൂടെ നിങ്ങൾ കടന്നു വരിക, വിടേണ്ടത് വിടുക, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് നിർണയത്തോടുകൂടെ കടന്നു വരിക. അതാണ് ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി. എന്നാൽ വിശാലമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് യാതൊരുവിധമായ റെസ്ട്രിക്ഷനും ഇല്ലാതെ ഈ ലോകപ്രകാരം ലോക മനുഷ്യർ പോകുന്നതായ ഒരു വഴിയുണ്ട്. അവിടുത്തെ ദൈവത്തിൻ്റെ വഴിയല്ല, അവർ നാശത്തിലേക്ക് പോകുന്നതായ വഴിയാണ്. അവിടെയാണ് ഒത്തിരി ആൾക്കാരുള്ളത്. ഈ ഇടുക്കവും ഞെരുക്കമുള്ള നിത്യത്തിലേക്ക് പോകുന്നവർ ചുരുക്കമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്നാണ് ഈ 7-ാം അധ്യായത്തിൽ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 7:22 നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾക്ക് യേശു പറയുന്നതായ മറ്റൊരു വാക്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പലപ്പോഴും കാണാം, ഈ ദൈവത്തെ അറിയാത്തവർ പോലും, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പോലും ഒരു വേദന വരുമ്പോൾ കർത്താവേ എന്ന് പറയും. അതുപോലെ തന്നെ ഈവൻ കള്ളു കുടിച്ച് വെളിയില്ലാത്ത അവസരങ്ങളിൽ പോലും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കർത്താവേ എന്ന് വെറുതെ വിളിച്ചുകൊണ്ട് കാര്യമില്ല. എന്നാൽ എന്താണ് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ? എൻ്റെ ജീവിതത്തിലെ കർത്തൃത്വം നടത്തുന്ന കർത്താവ്, ആ ന്യായാധിപൻ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ, അവന് എൻ്റെ ജീവിതത്തിൻ്റെ അധിപനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്, അവനാണ് തീരുമാനമെടുക്കണം. ആ തീരുമാനപ്രകാരമാണ് എൻ്റെ ജീവിതം മുൻപോട്ട് പോകേണ്ടതെന്നുള്ളതായ നിശ്ചയത്തോടു കൂടെ അങ്ങനെയാണ് നമ്മൾ കർത്താവേ എന്ന് വിളിക്കേണ്ടത്. അതുമാത്രവുമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതായ വിധങ്ങളെക്കുറിച്ച് പറയുവാനാണ് യേശു സ്വർഗത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ സ്വർഗമോടികളെ വിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. മനുഷ്യവേഷമെടുത്ത് രക്ഷയുടെ ആ വാതിൽ നമ്മൾക്ക് വേണ്ടി തുറന്നു തന്നിട്ട് സ്വന്തം വായി കൊണ്ട് മനുഷ്യരോട് മനുഷ്യ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ
ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പറയുവാൻ വേണ്ടിയാണ് നമ്മളുടെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. അപ്പോൾ യേശു പറഞ്ഞതായ ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവവചനം കേൾക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ നിത്യതയിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് പാപം ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അവർക്കൊരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്, അല്ലാത്തവർ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണഭംഗുരമാണ്. ഉള്ള സമയം തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്നതായ ഈ നിയമം അറിഞ്ഞുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ വിഷയം. 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു സ്റ്റോറിയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത്, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശ്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് യേശു തന്നെ സ്വന്തം വായ് കൊണ്ട് ഉര ചെയ്ത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, എൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് എഴുതി തന്നിട്ടുണ്ട്, അത് വായിക്കണം, അത് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് പ്രമാണിക്കണം. ഈ വചനത്തിൽ ഉള്ളതുപോലെ അത് കേട്ട് അത് പ്രമാണിക്കണം. അങ്ങനെ പ്രമാണിക്കുന്നവനൊക്കെയും എങ്ങനെയാണ്? പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശ്യം എന്നാണ് പറയുന്നത്. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, ഈ അടിസ്ഥാനം ഇല്ലാതെ മണലിൻ്റെ മേൽ പണിതായ വീടുള്ളതായ ബുദ്ധിയില്ലാത്തതായ ഒരു മനുഷ്യനെ യേശു അവിടെ എടുത്തു കാണിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൽ ഭൂരിപക്ഷം പേരും. എന്നാൽ ബുദ്ധിയുള്ളവൻ ദൈവത്തിൻ്റെ വചനം കേട്ട് അടിസ്ഥാനമുള്ള പാറമേൽ വീട് പണിതവരാണ്. എന്നാൽ അടിസ്ഥാനമില്ലാതെ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ചെയ്യാതെ പോയവൻ എങ്ങനെയാണ്? അവൻ്റെ അടിസ്ഥാനമില്ലാതെ ആ മണലിൻ്റെ മേൽ വീട് പണിതു. അവൻ ഈ ലോകപ്രകാരം അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു എന്നാണ് നമ്മൾക്ക് കാണുന്നത്. എൻ്റെ 26-ാമത്തെ വാക്യം പറയുമ്പോൾ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിൻ്റെ മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, കാറ്റുകൾ വരുമ്പോൾ, ഇവിടെ ഈ വിശ്വാസം ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ജീവിതത്തെ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ സെക്യൂർ ആക്കിയിട്ടില്ല എങ്കിൽ അവർ വീണു പോകും എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മേളിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവൻ്റെയും ജീവിതത്തിൽ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിൻ്റെ മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരാൾ പാറമേൽ, ദൈവത്തിൻ്റെ വചനമാകുന്ന പാറമേൽ വീട് പണിതു,
മറ്റവൻ മണലിന്മേൽ പെട്ടെന്ന് വീട് പണിതു. രണ്ട് വീടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പാറമേൽ വീട് പണിതവൻ അടിസ്ഥാനം വിട്ട് സമയമെടുത്ത് അധ്വാനിച്ചത് ചെയ്തു. എന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ പെട്ടെന്ന് മണലിന്മേൽ വീട് വെച്ചത് കൊണ്ട് അവൻ വലിയ അധ്വാനമൊന്നുമില്ലായിരുന്നു. മറ്റവനേക്കാൾ ബുദ്ധിയുള്ളവനേക്കാൾ പെട്ടെന്ന് പണി തീർത്തു. രണ്ടും ഒരുപോലെ. എന്നാൽ ഒരേ മഴ പെയ്തു, വൻ മഴ പെയ്തു, കാറ്റ് അടിച്ചു, അതിനെ ഉലച്ചു കഴിഞ്ഞപ്പോൾ പാറമേൽ പണിതായ മനുഷ്യൻ്റെ ആ വീട് നിലനിന്നു, അത് വീണുപോയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇല്ലാതെ ആ മണലിൻ്റെ മേൽ ഈ ലോകപ്രകാരം പണിതായ വീട് ഈ മഴ വന്നപ്പോൾ, കാറ്റ് വന്നപ്പോൾ അത് വീണു. അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞതായ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രതികൂലങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും എന്തു വന്നാലും നമ്മൾക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ മണലിന്മേൽ വീട് പണിതായ മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതായ കാര്യങ്ങൾ ചെയ്താൽ ആ വീഴ്ച ഭയങ്കരമായിരിക്കും. ആ സമയത്ത് അവരെ രക്ഷിക്കുവാനായിട്ട് ആരും കാണുകയില്ല എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, കേട്ട് ചെയ്യുന്നവൻ്റെ ചരിത്രമാണ് കാണുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് ചെയ്യാത്തവനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. 7:13 നമ്മൾ കണ്ടു, 2 വഴികളെ കുറിച്ച് കേട്ടു. ഇടുക്കമുള്ള വഴി, രണ്ടാമത്തേത് വിശാലമായിട്ടുള്ള വഴി. ഈ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കുവാൻ. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വചനം കേട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2 അടിസ്ഥാനങ്ങളെക്കുറിച്ച് കേട്ടു. ഒന്ന് പാറമേലുള്ള അടിസ്ഥാനം, രണ്ടാമത്തേത് മണലിന്മേലുള്ളതായ അടിസ്ഥാനം. അങ്ങനെ 2 പേരുടെ കഥകളാണ് യേശു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 പേരെന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു കിടക്കയിൽ 2 പേർ കാണും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. 2 പേര്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ അവകാശം ഉള്ളൂ എന്നാണ് നമ്മൾക്ക് ഈ ഭാഗത്തു നിന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതായ ഭാഗങ്ങൾ. ഇനിയും ചാപ്റ്റർ 8 നമ്മൾ കടന്നു വരുമ്പോൾ, 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ, അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു ശുശ്രൂഷയുടെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഈ സമയങ്ങളിലൊക്കെ മലമേൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നതായ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. 8-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ മലയിൽ നിന്നും ഇറങ്ങി താഴ്വരയിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ഒക്കെ അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേക പുരുഷാരം അവിടേക്ക് കടന്നു വരുന്നു. അവൻ ടീച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. യേശു ആ മലമേലിരിക്കും, ജനങ്ങളെല്ലാവരും ശിഷ്യന്മാരെല്ലാം വന്നു കൂടും. അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം, ചർച്ചിലൊക്കെ പോകണം, ആരാധിക്കണം. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് അടുത്ത 8, 9, 10 എന്നീ അധ്യായങ്ങളിൽ 10 അത്ഭുതങ്ങളെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. താഴ്വരയിലേക്ക്, ഉയർന്ന മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അത്ഭുതങ്ങളുടെ
പ്രവർത്തനത്തിൻ്റെ ദിവസങ്ങളായിട്ട് സമയങ്ങളായിട്ടാണ് അവിടെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓരോന്നും നമ്മൾ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ചുരുക്കമായിട്ട് ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്കെന്നെ സൗഖ്യമാക്കുവാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, അവനെ സൗഖ്യമാക്കുന്നു. കുഷ്ഠരോഗം പാപത്തിൻ്റെ ഒരു ചിത്രമാണ്. എന്നാൽ പാപികളെ രക്ഷിപ്പാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ലോകത്തിലെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും റിലീജിയസ് ലീഡേഴ്സൊക്കെ അന്ന് കുഷ്ഠരോഗികളെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് അകലേക്ക് മാറ്റി നിർത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവിനെ, ദൈവസ്നേഹത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കുഷ്ഠരോഗത്തിന് അതിൻ്റെ മറുവശം നമ്മൾ നോക്കുമ്പോൾ, പാപത്തിന് സദൃശ്യമായിട്ടുള്ളതായ ജീവിതം നയിക്കുന്ന ആൾക്കാരെ ലോകപ്രകാരം ഈ റിലീജിയസ് ലീഡേഴ്സൊക്കെ മാറ്റി നിർത്തുമ്പോൾ പാപികളെ സ്നേഹിക്കുവാൻ, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജാതീയനായ ഒരു മനുഷ്യൻ, അവന് യഹൂദനല്ലായിരുന്നു, യേശുവിനെക്കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നും അങ്ങനെ പഠിച്ചിട്ടുള്ളവനല്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവനല്ല, എന്നാൽ കേട്ടിട്ടുണ്ട് യേശു വന്നിട്ടുണ്ട്, അവൻ സൗഖ്യമാക്കുന്നവനാണ് എന്ന് അറിഞ്ഞു. ആ ജാതീയനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത ആ മനുഷ്യൻ അവിടേക്ക് വന്ന് യേശുവിനെ വിശ്വസിക്കുന്നതായ കഥയാണ് പറയുന്നത്. അപ്പോൾ യേശു പറയുന്നതായ ഒരു വാക്കുണ്ട്, അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. ഇസ്രയേൽ പോലും ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുവരെ ഈ യഹൂദന്മാരുടെ അടുക്കിലേക്ക് ജാതികളായിട്ടുള്ള ആൾക്കാരൊന്നും വരുന്നതായി പതിവില്ലായിരുന്നു, ആർക്കും ചിന്തിക്കുവാൻ പോലും പാടില്ലായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾക്കറിയാം, ഈ സുവിശേഷത്തിൻ്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു രക്ഷയുടെ ആ വഴികളൊക്കെ ഒരുക്കിയിട്ട് ശിഷ്യന്മാരോട് ഒടുവിൽ പറയുന്നതായ ആ ഹൈ കമാൻഡാണ്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതികളോടും എൻ്റെ ഈ സുവിശേഷം അറിയിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ സ്നാനപ്പെടുത്തണം, അവരെ സഭയോട് ചേർക്കണം എന്ന് പറഞ്ഞാൽ ജാതികളെ. അപ്പോൾ യേശു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ വിശ്വാസത്തിൽ ആ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ബലാത്കാരത്തോടുകൂടെ അടുത്തേക്ക് കടന്നു വന്നതായ ഒരു മനുഷ്യനാണ് ഈ ജാതീയനായ മനുഷ്യൻ എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. അവൻ്റെ വിശ്വാസം കണ്ട് യേശു വിസ്മയിക്കുന്നു. യേശു അവൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് 8-ന്റെ 4 നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. പനി പിടിച്ച് കിടന്നതായ അവൾ, ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അവൾക്ക് ജ്വരമായിരുന്നു, വളരെ കഠിനമായ പനിയായിരുന്നു, ജ്വരമായിരുന്നു. ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു വൈദ്യനായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പത്രോസ് വിവാഹം കഴിച്ച ഒരാളായിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മായിമ്മ ഉണ്ടായിരുന്നത്. ആദ്യത്തെ പോപ്പ് എന്ന് കണക്കാക്കുന്നതായ ആ പത്രോസ് വിവാഹം കഴിച്ചവനായിരുന്നു, ഭാര്യയും കുടുംബവും ഉള്ളവനായിരുന്നു എന്നാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ന്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അവൻ പല ഭൂതഗ്രസ്തന്മാരെയും സൗഖ്യമാക്കി. അന്നത്തെ കാലത്തും ഭൂതം പിടിച്ചവരുണ്ടായിരുന്നു. എന്നാൽ യേശു ദൈവപുത്രനായതുകൊണ്ട് ഭൂതങ്ങളെ കണ്ടാൽ അറിയാമായിരുന്നു, ഡയഗ്നോസ് ചെയ്യുവാൻ അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ അധികാരമുള്ള ശബ്ദത്തിൻ്റെ മുമ്പിൽ
ഭൂതങ്ങൾ വിറയ്ക്കുമായിരുന്നു, ഓടുമായിരുന്നു. അങ്ങനെ ഉള്ളതായ ആ പ്രവർത്തനം യേശുവിൻ്റെ സമയത്തുണ്ടായിരുന്നു. യേശുവിൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകി തന്നിരിക്കുന്നു. നിങ്ങൾ പോയി ഈ രോഗികളെയൊക്കെ സൗഖ്യമാക്കുക എന്ന് പറയുമ്പോൾ ഭൂതങ്ങളുടെ മേലും അധികാരം കൊടുത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 8-20 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഗദരദേശത്തുള്ളതായ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ലെഗ്യോൻ ഭൂതം ബാധിച്ചതായ അത്രമാത്രം ശക്തിയോടുകൂടെ ഭൂതങ്ങളെ അവനെ കീഴടക്കി ഒരു മനുഷ്യനായിരുന്നു അവനെയും സൗഖ്യമാക്കുന്ന ചരിത്രം 8:20 കാണാം. 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. പക്ഷപാതക്കാരനെന്ന് പറയുമ്പോൾ ശരീരം എല്ലാം തളർന്നവനാണ്. കൈയും കാലുകളും അനക്കുവാൻ പാടില്ല. ശരീരത്തിൻ്റെ അസ്ഥികളും സന്ധിമജ്ജകളും എല്ലാം തളർന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുവാനോ അനങ്ങുവാനോ ഒന്നും കഴിവില്ലാതെ ഒരുമാതിരി ആർത്രൈറ്റിസിൻ്റെ മൂർധന്യ അവസ്ഥയിൽ കിടക്കുന്നതായ ഒരു മനുഷ്യൻ, ബെഡിൽ അനങ്ങുവാൻ പാടില്ലാതെ കിടക്കുന്നതായ ഒരു മനുഷ്യനെയാണ് ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനോട് എഴുന്നേറ്റ് നടക്കുക, നിൻ്റെ കിടക്ക് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് അവൻ്റെ അസ്ഥികളും സന്ധി മജ്ജകളൊക്കെയും അത് റീലൊക്കേറ്റ് ചെയ്ത് എല്ലാം റിസ്റ്റോർ ചെയ്യും. ഒറിജിനൽ സ്ഥാനത്തേക്ക് കടന്നു വന്ന് ബലം പ്രാപിച്ച് അവൻ എഴുന്നേൽക്കുന്നതായ ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മളുടെ രോഗങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ മരുന്ന് കൊണ്ട് നമുക്ക് സൗഖ്യം ലഭിക്കയില്ല എന്ന് വിചാരിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ വചനം നല്ല മരുന്നായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയും അതനുഭവിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ഈ വചനം നമ്മൾക്ക് തന്നിരിക്കുന്നത്. 9:20 നമ്മൾ നോക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയെ അവൻ സൗഖ്യമാക്കിയതായിട്ട് കാണുന്നു. പലപ്പോഴും ആരോടും പറയാൻ പാടില്ലാതെ അങ്ങനെ ദുഃഖിതയായുള്ളതായ ഒരു സ്ത്രീയുടെ അവസ്ഥ. ഇന്നും പലരും എൻ്റെ രോഗത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആർക്കാണ് സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നത്? വൈദ്യന്മാർക്ക് സൗഖ്യമാക്കുവാനായിട്ട് കഴിയുകയില്ല. അവർ ഉള്ള പൈസ എല്ലാം മുടക്കി മരുന്ന് വാങ്ങിയിട്ടും ഒരു ഫലവുമില്ല. ഈ വേഴ്സായിട്ട് വരുന്നതായ ചരിത്രം. അങ്ങനെയുള്ളതായ ഒരു സ്ത്രീയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കാത്തതും മടിയുള്ളതുമായ ഉള്ളതായ അവസ്ഥ. എന്നാൽ അവൾ ആരും അറിയാതെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് യേശുവിൻ്റെ തൊങ്ങലിൽ വിശ്വാസത്തോടുകൂടെ തൊട്ടപ്പോൾ ആ വിശ്വാസം ഇവിടെ വ്യാപരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. വിശ്വാസത്താൽ രോഗസൗഖ്യമുണ്ട് എന്നാണ് യേശു അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നതായ ചരിത്രം 9:25 നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യായിറോസിൻ്റെ മകൾ യേശു അവിടെ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ബാലം മരിച്ച് ആത്മാവ് അവിടെ നിന്നും പോയി അവൾ മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. എന്നാൽ യേശു അവിടേക്ക് കടന്നു ചെന്നു, പ്രാർത്ഥിക്കുന്നു, അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ബാലയുടെ മേൽ ജീവൻ മടങ്ങി വന്നു, അവൾ എഴുന്നേറ്റിരുന്നു എന്നുള്ളതായ ചരിത്രം നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 9:27 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നതായിട്ടാണ് സാധിക്കുന്നത്. കുരുടന്മാർ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോ പ്രസംഗങ്ങൾ ചെയ്യേണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് സിറ്റുവേഷനിലായിരുന്നു. എന്നാൽ പബ്ലിക്കിൻ്റെ ആ ഒപ്പീനിയനെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് യേശുവിനെ കാണണം, ദാവീദ് പുത്ര യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് കാൽ വെച്ചപ്പോൾ
നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറയുന്നതായ ഒരു കുരുടൻ്റെ വാക്കുകളെ യേശു ശ്രദ്ധിക്കുകയും നിനക്കതുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നതായ ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് ശിഷ്യന്മാരെയൊക്കെ യേശു കൂട്ടിക്കൊണ്ട് 12 ശിഷ്യന്മാരുടെ പേരുകളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് ശുശ്രൂഷകൾ ഒക്കെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് രോഗികളെ സൗഖ്യമാക്കേണ്ടത്, എങ്ങനെയാണ് സുവിശേഷം അറിയിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 10-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അവിടെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലേക്ക് മാത്രം പോയാൽ മതി, ജാതികളുടെ വീടുകളിലെങ്ങും പോകേണ്ട കാര്യമില്ല എന്ന് ഉള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇസ്രായേലിലെ ഒരു രാജാവായി അവൻ വന്നിട്ടുണ്ട്, അവൻ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് ശിഷ്യന്മാരെ അയക്കുന്നു. അതുപോലെ തന്നെ ജാതികളിലേക്ക് പോകേണ്ട എന്ന് പറയുന്നു. കാരണം ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് ഈ യേശു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് യേശുവിനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിലേക്ക് ആൾക്കാരെ വിടുന്നു, രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നതായ ചിത്രം. എന്നാൽ യേശുക്രിസ്തു ഉയർത്തതിന് ശേഷമായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, കാരണം യഹൂദന്മാരുടെ ഇടയിലേക്ക് രാജാവായിട്ട് കടന്നു വന്നു, അവർ അവനെ തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് ജാതികൾക്കൊരവസരം ലഭിക്കുന്നത്. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുവേൻ, വിളംബരം ചെയ്യുക, പ്രസ്താവിക്കുക, ഇസ്രായേലിൻ്റെ രാജാവായവൻ അല്ലെങ്കിൽ മശിഹായായവൻ നമ്മളെ സ്നേഹിച്ച് നമ്മളെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്, അവനിൽ വിശ്വസിക്കുക, ദിവ്യരാജ്യത്തിൽ ചേരുക എന്നുള്ളതായ സുവിശേഷം അറിയിക്കുവാൻ ക്രൂസിഫിക്ഷന് ശേഷമാണ് ഈ ശിഷ്യന്മാരെ യേശു അധികാരപ്പെടുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം അവിടെ പറയുന്നത്, ആ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഈ സമാധാനത്തെക്കുറിച്ച് പറയണം, ദൈവിക സമാധാനം തരുവാൻ വേണ്ടി യേശു വന്നിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ പറയണം. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൊടി അവിടെ തട്ടിയിട്ടിട്ട് നിങ്ങൾ ആ ഭവനം വിട്ടു പോരുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ആരും പറയരുത് ഈ സുവിശേഷം ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാലത്ത് ന്യായം വിധിക്കുമ്പോൾ ഈ പൊടി തന്നെ, ഈ ഭൂമിയിലുള്ളതായ പൊടി, ഭൂമിയിലുള്ളതായ വസ്തുക്കൾ, അതുപോലെ തന്നെ എല്ലാ പല കാര്യങ്ങളുണ്ട് സാക്ഷ്യം പറയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകാശത്തെയും ഭൂമിയെയും ഒക്കെ വിളിക്കുമ്പോൾ അവർ സാക്ഷികളായിട്ട് സാക്ഷ്യം പറയും എന്നുള്ളതാണ് വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ ന്യായവിധിയുടെ സമയത്ത് ആകാശവും ഭൂമിയും നമ്മൾക്കെതിരെ സാക്ഷ്യം പറയും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 16-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ശിഷ്യന്മാരെ യേശു ഈ ലോകത്തിലേക്ക് വിടുന്നത്. അധികാരമുണ്ട് എങ്കിൽ തന്നെയും ഈ ലോകത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ യേശു പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയാണ് നിങ്ങളെ അയക്കുന്നത് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നത്, പാസ്റ്റേഴ്സിനെയും ഒക്കെ സഭകളെയൊക്കെ പെർസിക്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്, യേശു മുൻപ് കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ ഒരാട് എങ്ങനെ പോയാൽ എങ്ങനെയുള്ളതായ ഭയമുണ്ടായിരിക്കും, പ്രയാസമുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതായ കാര്യം യേശു മുമ്പൂട്ടി പറഞ്ഞ് കൂട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ 10:24 വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞാൻ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. പലപ്പോഴും ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ഒരു നല്ല കാര്യമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞ് പലപ്പോഴും ജനങ്ങൾ അനുമോദിക്കുന്ന ആ ഒരു രീതിയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. പല ഭവനങ്ങളിലും പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒന്നിച്ച് താമസിക്കുന്നതായ ആ കാലയളവിൽ എല്ലാവർക്കും വേണ്ടതായ ഫ്രീഡം ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സമയത്ത് മക്കളൊക്കെ ജോലിക്ക് പോകുന്നു, സ്വന്തം ഭവനങ്ങളിൽ നിന്നൊക്കെയും വിട്ടുപോകുന്നു, വിവാഹം കഴിക്കുമ്പോൾ വേറെ ഭവനങ്ങളെടുത്ത് താമസിക്കുന്നു. അവർക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. അമ്മയും അപ്പനും ഒരു വീടുണ്ട്, അവിടേക്കാണ് മകനും കൂട്ടിക്കൊണ്ടുവരുന്നതായ ഭാര്യയൊക്കെ കടന്നു വരുന്നത്. അവർക്ക് വേണ്ടതായ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവരെ വീട്ടിലെ ഉടയവനൊക്കെ പറയുന്നത് പോലെ കേട്ട് ജീവിച്ചു കൊള്ളണം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. യേശുവിനെ ഒരാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമാനത്തിന് കുറവാണ്. അങ്ങനെയുള്ളതായ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം. വളരെ അഭിമാനികളായിരുന്ന സമുദായത്തിലൊക്കെ പ്രമാണികളൊക്കെ ആയിരുന്ന നമ്മളുടെ പഴയ ആൾക്കാരൊക്കെ ഉള്ളതായ വീടുകളിൽ യേശുവിനെ യഥാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയോ സ്നാനപ്പെടുകയോ ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ കഷ്ടങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, വീട്ടിലെ സ്വത്തുക്കളൊന്നും കൊടുക്കാതെ വിട്ടിട്ടുണ്ട്, അനേക നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇവിടെ 10:24 പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. വാൾ അത്രേ ഞാൻ വരുത്തുവാൻ വന്നു എന്ന് പറയുന്നു. അപ്പൻ, അമ്മ, മരുമകൾ, മക്കൾ എല്ലാവരും ഇടറും എൻ്റെ വചനം നിമിത്തം എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. സാത്താന്യ പ്രശ്നങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാത്തവരെല്ലാം ഇവർക്ക് എതിരായിത്തീരും എന്നുള്ളത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വാറാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വാൾ തന്നെ അങ്ങോട്ടും വെട്ടുന്നതായ ആ ചിത്രം പോലും യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം അതിനാവശ്യമായ പ്രതിഫലം നൽകും, വഴികളെയും വാതിലുകളെയും തുറക്കും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിലും നമ്മൾക്ക് വളരെയധികം ചരിത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളൊക്കെ ചുരുക്കമായിരിക്കുന്നതായ സ്ഥലങ്ങളിൽ ഈ പീഡിത സഭകളെ ഒക്കെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷം അറിയിക്കുന്നവരെ ഉപദ്രവിക്കുക, കൊല്ലുക, പിടിച്ചു കെട്ടുക, ഇല്ലാത്ത കേസുകളൊക്കെ ഉണ്ടാക്കുക, വിശ്വാസികളെയെല്ലാം ഓടിച്ചു കളയുക, അടിക്കുക, തല്ലുക മുതലായ അങ്ങനെ സഭ ഹാളുകളിലൊക്കെ പള്ളികളിലൊക്കെ പൊളിച്ചു കളയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾക്ക് പുത്തിരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഓരോ ദിവസവും നമ്മൾ ന്യൂസിൽ കൂടെയും മീഡിയയിൽ കൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കും എന്ന് യേശു അന്ന് തന്നെ പറഞ്ഞിരുന്നു. തൻ്റെ വായ് കൊണ്ട് പറഞ്ഞതായ കാര്യമാണ്. ഈ ആധുനിക ലോകത്തിലും ഇന്നും ഈ കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെയാണ്, കുഞ്ഞാടുകളെ പോലെയാണ് യേശുവിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. അവിടെയും സമാധാനമുള്ളവരായിട്ട്, സന്തോഷമുള്ളവരായിട്ട്, ധൈര്യത്തോടെ അവർ ജീവിക്കണം എന്നാണ് യേശു പറയുന്നത്. റോമാലേഖനം 8:35 വാക്യത്തിൽ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ എന്തിന് കഴിയും? എന്നിട്ട് വലിയൊരു ലിസ്റ്റാണ് പറയുന്നത്. മരണം വന്നാൽ അതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ് പറയുന്നത്. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ,
മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നതായ പല രാജ്യങ്ങളിൽ ഒക്കെ, അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ ഒക്കെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായ ജനങ്ങൾ ഈ ഉപദ്രവങ്ങളൊക്കെ വന്നാലും അവർ വിട്ടുമാറാത്തത് എന്താണ്? ദൈവസ്നേഹം അവരെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതായ കാര്യം കൊണ്ടാണ് അവരെ ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ എന്തിന് സാധിക്കും? ഒന്നിനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ചരിത്രമാണ്. ഇനിയുള്ള മതപരിവർത്തനമെന്ന് പറഞ്ഞ് വിരട്ടി ഓടിക്കുന്നതായ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നതായ ആൾക്കാരുണ്ട്. ആലയം പൊളിച്ചു കളയുന്ന ആൾക്കാരുണ്ട്. ചെന്നായ്ക്കളെ പോലെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. പൗലോസിനോട് ചേർന്ന് നമ്മൾക്കും പറയണം, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതായ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമ്മൾ മുൻപോട്ട് പോകണം. പ്രൈസ് ഗോഡ്. ഈ പീഡനങ്ങൾ കാണുമ്പോൾ അത് ജാതികൾക്കും അവർക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെ ജീവിക്കുന്നത്, അവരുടെ ജീവിതത്തിലെ പ്രത്യാശ എന്താണ് എന്ന് ജാതികൾ മനസ്സിലാക്കി അവർ ജീവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ 10:32 കാണുന്നതായ ഒരു വാക്യമുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതിന് ശേഷം നിവർത്തിച്ചതായ ആ രക്ഷണ്യ വേലയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും യേശുവിനെ ഏറ്റുപറയുകയും ചെയ്താൽ അതിനൊരു പ്രതിഫലമുണ്ട്. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെക്കുറിച്ചും ഏറ്റുപറയും, എൻ്റെ രക്തത്താൽ ഇവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അവൻ എൻ്റെ മകനാണ്, നമ്മുടെ മകനാണ്, അവൻ നമ്മോട് കൂടെയുള്ള നമുക്കുള്ളവനാണെന്ന് പറഞ്ഞ് ഏറ്റുപറയും. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അത് 10:33 പറയുന്നു, ഒന്ന് ഏറ്റുപറയുന്നവർ, രണ്ടാമത്തെ യേശുവിനെ ഏറ്റുപറയാത്ത ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരെന്ന് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ, ന്യായവിധി ദിവസത്തിൽ അവിടെ നിൽക്കുമ്പോൾ കർത്താവേ ഞാൻ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നൊക്കെ പറഞ്ഞാലും എന്താണ് പറ്റുന്നത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ, യേശു ഈ ലോകത്തിലേക്ക് വന്നു, പാപികൾക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപം ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മക്കളായി തീരുവാനുള്ള അവസരം ഉണ്ടായിട്ടും അത് സ്വീകരിക്കാതെ യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവനെയെല്ലാം അന്ന് ന്യായവിധി ദിവസത്തിൽ യേശുവും ദൈവത്തിൻ്റെ മുമ്പാകെ തള്ളി പറയും എന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. 10:37 വാക്യം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. യേശു പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, ഒറിജിനൽ വാക്കാണ്. എന്താണ് പറയുന്നത്? എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി യേശു ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് അപ്പനും അമ്മയും നിൽക്കുന്നു. അപ്പനും അമ്മയും പറയുന്നു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്, എൻ്റെ കൂടെ ചാക്, എൻ്റെ കൂടെ വന്ന് കിടക്കുക അവിടെ പുഴയിൽ എന്ന് പറയുമ്പോൾ യേശുവിന് പറയുകയാണ്, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം, ദൈവവും മകനും മകളുമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അതാ ഈ രണ്ട് വടംവലിയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. നീ ഏത് സൈഡിൽ നിൽക്കും? എൻ്റെ അപ്പൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും നിൽക്കുമോ? യേശുവിനെ മാറ്റി നിർത്തിയിട്ട് യേശുവിൻ്റെ വാക്ക് അനുസരിക്കാതെ നിന്നാൽ ഈ വാക്ക് അന്ന് അപ്ലിക്കബിളായിരിക്കും. എനിക്ക് അപ്പൻ്റെ കൂടെ കിടക്കണം, അമ്മയുടെ കിടക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവിടെ നിന്നാൽ യേശു പറയുന്നത് എന്താണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? അവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നു. അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ, എന്നേക്കാൾ അധികമായി പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യൻ അല്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, എന്നേക്കാൾ അധികം
മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. മകനും മകളും എതിർ നിന്നാലും ദൈവത്തെ സ്നേഹിക്കേണ്ടവർ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ വേണം മുൻപോട്ട് പോകുവാൻ എന്നാണ് യേശു പറയുന്നത്. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നവനും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് വേണം നമ്മളെ യേശുവിനെ പിൻപറ്റുവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. 11:6 പറയുന്നത്, എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ. എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ വചനത്തിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കല്ലിൽ തട്ടി താഴെ വീഴാതെ എല്ലായ്പ്പോഴും സൂക്ഷ്മതയോടുകൂടെ മുൻപോട്ട് പോകണം. ഈ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടർച്ചക്കല്ലായിട്ട് ദൈവവചനം നിന്നാൽ അവിടം തെറ്റിപ്പോകുന്നു. എന്നാൽ ഇടറിപ്പോകാതെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോയാൽ അവർ ഭാഗ്യവാനാണ്. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. 11:13-14 വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവരുന്നത്, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ എന്ന് കാണുന്നു. എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് യോഹന്നാൻ വരെയാണ്. യോഹന്നാൻ കഴിഞ്ഞിട്ട് യേശു വന്ന് ഒരു പുതിയ നിയമം നമ്മൾക്ക് തന്നു. അപ്പോൾ പഴയ നിയമം ജസ്റ്റ് ഒരു നിഴലായി മാത്രം കാണുന്നു. അതിൻ്റെ ഒറിജിനൽ ഭാഗം യേശു അതൊന്ന് പുതിയതായിട്ട് എഴുതി പുതിയ നിയമമാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. പഴയ നിയമം യേശു എഴുതി, എന്നാൽ അത് കല്ലിൽ എഴുതുകയായിരുന്നു. പുതിയ നിയമം എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയതായ നിയമമാണ്, തൻ്റെ രക്തത്താൽ എഴുതിയതായ നിയമമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 11:20 നമ്മൾ നോക്കുമ്പോൾ അവിടെ 3 പട്ടണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പട്ടണങ്ങളിൽ അതിൻ്റെ പേരൊന്നും ഞാനിപ്പം പറയുന്നില്ല. യേശുവിനെ കേട്ടിട്ടും വിശ്വസിക്കാത്ത പട്ടണങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 3 പട്ടണങ്ങളിലും യേശു പോയി പ്രസംഗിച്ചു. എന്നാൽ ഈ പ്രസംഗം കേട്ടിട്ടും അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് യേശു ആ പട്ടണങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 11:28 പറയുന്നതായ വാക്കെന്ന് പറയുന്നത് ജനങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്നാണ് പറയുന്നത്. ചുമടുന്ന എൻ്റെ നുകമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ചിത്രം മനസ്സിലായിരിക്കണം. ഒരു നുകമെന്ന് പറയുമ്പോൾ 2 വശമുണ്ട്. ഓരോ കാളകളെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കെട്ടി 2 പേരും ഒന്നിച്ച് പോകുന്നതായ ഒരു യാത്രയാണ് ആ നുകത്തിൻ്റെ കീഴിൽ എന്ന് കാണും. ഇവിടെ എൻ്റെ നുകം ചുമക്കുക എന്ന് പറയുമ്പോൾ ആ നുകത്തിൻ്റെ ഒരു വശത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അതിൻ്റെ മറുവശത്ത് നാമും നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഭാരമുള്ളതായ സമയങ്ങളിൽ, നമ്മൾക്ക് ചുമക്കുവാൻ പാടില്ല എന്ന് തോന്നുന്നതായ സമയങ്ങളിൽ യേശു ഉള്ളപ്പോൾ അത് വളരെ ലഘുവാക്കി തീർക്കും, മൃദുവാക്കി തീർത്തും എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ഭാരത്തെ ചുമന്ന് അധ്വാനിക്കുകയും ഭാരവും ചുമക്കുകയും ചെയ്യാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, യേശുവിൻ്റെ മേൽ ഒരു വശം കൊടുക്കുക, നമ്മൾ മറ്റൊരു വശത്ത് നിൽക്കുക. അങ്ങനെ യേശുവിനോട് ചേർന്ന് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.